മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ. ഇതെന്നെ കാപ്പിക്കാത്തൊരു എരു. ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കുവോ അല്ലേ? പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. ഈ അച്ഛൻ അവരെ ഇരുത്തി വെറുപ്പിക്കാണല്ലോ. ഈ മനുഷ്യന്റെ മുടിഞ്ഞൊരു രാഗവിസ്താരം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. താനോ? ഞാൻ കളരിയ. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 10-300 വരികയല്ലേ? അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന? എടാ ചെറുക്ക, ഇവനെ പടിയടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എടാ ഒന്ന് അടങ്ങ്. അമ്മായി ഇറങ്ങാം. ഇരിക്കേ, ഞാൻ പെട്ടിയെടുക്കാം. ദേ അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോത്തേ ഉള്ളൂ. കോരമോട് അതെ പെരുന്തച്ഛനോ? ഇരിക്കുന്നത് പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണുണ്ണിയാണ്. അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈസ്വാമി അല്ല. മനസ്സിലായി പെണ്ണിന്റെ അതായത് ശരിയാൻ പോകുന്നില്ല. എടീക്ക്, ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടി ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയാ പോരെ? എന്തു പറയുന്നു? അമ്മായി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിയിട്ട് മതി ഇറങ്ങി പുറപ്പെടാൻ. അമ്മേ, അവരൊക്കെ ദാങ്ങ എത്തിയല്ലോ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. അതെ പോരെ. കുഞ്ഞലിയോ പെങ്കൊച്ചെങ്ങനെ ഉറപ്പിക്കാവോ? ആണോ? എന്താ എടുത്തി? എന്താ വല്ലാതിരിക്കുന്നേ? ഇഷ്ടമായില്ലേ? ഒരാപതുണ്ടായിട്ടല്ല ഞാൻ ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്. നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തി ആവല്ലോ എന്നും കരുതിയ. അല്ലമ്മായി, ഒരു മുഴുപ്രാന്തന്റെ മോളെയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത്? ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കെട്ടിയെന്നളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നോടാ. അയ്യോ, അപ്പൊ ശരിക്കും ഭ്രാന്തനായിരുന്നോ? ശരിക്കും ഭ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് ഭ്രാന്തനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സംഗീതത്തിൽ ഏതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു. കാനഡ എന്നോ അമേരിക്ക എന്നോ. ചിരിച്ചോ, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും. ഇവനെ ഭാവിയിലെ യേശുദാസ. എന്താടാ? തനിക്ക് ഡ്രൈവർ ഇല്ലേ? ഒരുത്തനുണ്ടായിരുന്നു. കൂടെ നിന്ന് കുറെ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് കൂടി. പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു. ഈ ഭാവിയിലെ യേശുദാസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൃഷ്ണനുണ്ണി ഇന്നേതോ പാട്ട് പരിപാടിയായിട്ട് പോയിരിക്കുക. നല്ലവനാ, രക്ഷപ്പെടട്ടെ. അതെ. പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല. തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വിട്ടുതരാം കേട്ടോ. താൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരു 4-5 കൊല്ലം ആയി കാണുമല്ലേ? അന്ന് വിജയുടെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സമയത്ത് എന്തോ വന്നതാ. കഴിഞ്ഞ 5-6 കൊല്ലത്തിനിടയ്ക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ. അതോടുകൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു. അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി. വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. 1 വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട്. അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ. താൻ പിന്നെ ഭാഗ്യവാന്. പ്രൊഡക്ഷനിലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ ധൂർത്തടിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ടങ്ങ് പോവും. പിന്നെ ചില്ലറ ബിസിനസ്സൊക്കെ പൊട്ടിയത് തനിക്കറിയാമല്ലോ. ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ. നമ്മളെ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ. ഒരു ചായ എടുക്കട്ടെ? കട്ടനേ ഉള്ളൂ. ശരി. ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് മോഹൻ. നേരത്തെ എത്തിയല്ലോ. വാ, മനസ്സിലായോ? അരുൺ രാജീവ് ചെയ്ത 2 പടവും 100 days അടിച്ച സംവിധായകന്. അറിയാം. ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോടൊരു ത്രെഡ് പറഞ്ഞു.
ഇനി വേറൊരുത്തനോട് മിണ്ടി പോകരുത്. എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ കയറി അങ്ങ് വട്ടം പിടിച്ചു. ഒരു ചായ ആകാല്ലേ? സർ സിനിമ ഞാൻ കണ്ടിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സാറിന് എന്തായാലും ഒരു അവാർഡ് ഐ എം ഷുവർ. വിളിക്കുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ, ദൈവം വലിയവനാണ്. കാത്തു കാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് ഇപ്പൊ എന്റെ കച്ചിത്തുരുമ്പ. തന്റെ പടത്തിൽ അഭിനയിച്ചില്ലേ പുതിയ നായകൻ കൃപേഷ്? പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം. എല്ലാം ശരിയാവും പ്രകാശ്. പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷേ കൊടുക്കണ്ട മോനെ അഭിലാഷേ? ആ വെറും 30 സെക്കൻഡ് അല്ലേ, കൊടുക്കണ്ട അഭിലാഷേ. കുളിക്കാൻ ചൂടുവെള്ളം അഭിലാഷത്തിന് കൊടുക്കുന്നേ. സ്തുതിയായിരിക്കട്ടെ. എവിടാ കൂട്ടി കേറിയോ? കേറി 3-4 പാട്ടുകൾ നോക്കാനുണ്ട്. അടുത്ത ആഴ്ച ഒരു ഭക്തിഗാനം വളയണ്ടേ കൊളമാവില്. കൊളമാവിലോ? കൊളമാക്കല്ലേ, നല്ല ഇടിയന്മാരുള്ള സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സനെ കണ്ടില്ലായിരുന്നു. ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു TV ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീഷ് എന്ന അവന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു. ഇവിടെ പേരും സൈനും ഓക്കെ ആണോ നോക്കൂ. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷ് അകത്ത് കൺസോളുണ്ട്. സർ കണ്ടസ്റ്റന്റ് ആണോ? അതെ. കുട്ടി പാടാൻ വന്നാണോ? പണ്ട് ഞങ്ങളുടെ കോളേജിൽ സർ മലയാളം ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സമയമുള്ളപ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി. ഹലോ, ഇവിടെ നിന്ന് പഞ്ചാര അടിക്കാതെ അകത്തേക്കില്ല. അല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ. ശരി, അടുത്ത ആള്. അനീഷേ സർ, ഇത് ഉയരെ അല്ല ഉയരെയാണ്. ഉയര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കേണ്ടത്. ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കണേ. സോറി, പ്രതീഷ്. യെസ്, പ്രതീഷാണ്. ഞാൻ ഫാദർ ജെയ്സൺ പറഞ്ഞിട്ട് വന്നതാ. ഒരു കൃഷ്ണനുണ്ണി. അതെ. പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ. ഈ കൃഷ്ണനും ഉണ്ണിയും ഞാൻ തന്നെ. അപ്പൊ ഈ കൃഷ്ണനുണ്ണിയാ? അല്ല, ഞാൻ പാടാൻ വേണ്ടി വന്നതാ. പിന്നെ പ്രതീഷ് സാർ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാലോ എന്ന് വിചാരിച്ചു. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സാന്ന് ജസ്റ്റ് ഒന്ന്. താൻ എന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാണ്? അത് ഈ ഫ്ലോയിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഉരുളണ്ടപ്പോ ഞാൻ ടാഗ് എടുത്ത് തരാം. നെക്സ്റ്റ് എന്നെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ പടം റെഡി അല്ലേ? അടുത്തന്നെ വിളിക്കാം. അവിടെ ഇത്ര മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ? അതല്ലേ, ബലം പിടിക്കാണ്ടിരുന്ന മതിയല്ലേ? മതി. എന്താ വെച്ചിരിക്കുന്നത്? പൊട്ട സ്റ്റെപ്പ്. തനിങ്ങോട്ട് വന്ന്. എന്താ കൃപേഷ്? അല്ല സാറേ, ഷർട്ട് തുന്നാൻ അറിയോ? ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ടേ. തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞൂടാ. ഇപ്പൊ മനസ്സിലായി സാർ. അപ്പൊ ഇനി ഇവിടെ കിടന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കോറിയോഗ്രാഫേഴ്സിനെ ഞാൻ കൊണ്ടുവരും. തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. വേണ്ട സാർ, സാറിന്റെ ഇഷ്ടം പോലെ കളിച്ചു. പ്രകാശ് സാർ, ഞാനിപ്പോ വരാം. ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആയിക്കോട്ടെ സാർ. ആരാ? കൃഷ്ണനുണ്ണി. പ്രകാശ് സാർ പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്. അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്ന എന്താ? അയ്യോ, ഇവരെന്റെ കൂടെ വന്നതല്ല. ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് വരിക.
സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ? നിങ്ങൾ കയറി. ഉണ്ണികൃഷ്ണ. കൃഷ്ണനുണ്ണി. അതെ, കൃഷ്ണനുണ്ണി. നമുക്ക് ഇവരിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ. ഓ ശരി. കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ. ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തുവിടാം. ആയിക്കോട്ടെ. കുമാരിയമ്മേ, ആ താക്കോൽ എടുത്ത് കൊടുക്ക്. എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? ആ. പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത്. ഓ. ഇതേ സാറിന്റെ ഹൃദയമാ, ഹൃദയം. ആയ കാലത്ത് കൂടെ കൂട്ടിയതാ. താക്കോല് രണ്ട് കൈ നീട്ടടാ.